നമസ്തേ, ഞാൻ സുബീഷ്. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു ദ്വീപ് സമൂഹമോ ഒരു സംസ്ഥാനമോ ഏതെങ്കിലും ഒരു കേന്ദ്രഭരണ പ്രദേശമോ ഏതുമാകട്ടെ, ആ ദേശവും അവിടുത്തെ ജനതയും അവരുടെ സംസ്കാരവും എല്ലാം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു സംസ്ഥാനത്തിനകത്ത് പോലും ഭക്ഷണം, വസ്ത്രം, ചടങ്ങുകൾ എന്നിവയുടെയൊക്കെ കാര്യത്തിൽ ഈ വിഭിന്നത ദർശിക്കാം. ലക്ഷദ്വീപാണ്. അത് തമിഴ്നാടോ ഗുജറാത്തോ അസമോ അല്ല. അവർക്ക് അവരുടെ രീതി, അവരുടെ സംസ്കാരം. പ്രഫുൽ പട്ടേൽ എന്ന അഡ്മിനിസ്ട്രേറ്റർ ഇതെല്ലാം തകർക്കാൻ ശ്രമിക്കുന്നു എന്നതാണല്ലോ വിവാദവും ചർച്ചയും. ആ ഭരണപരിഷ്കാരങ്ങൾ അപ്രകാരം പ്രാദേശികമായ ഒരു സംസ്കാരത്തെ ഇല്ലാതാക്കുന്നുവോ എന്നതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ലക്ഷദ്വീപിലെ ജനങ്ങൾക്കൊപ്പമാണ് രാജ്യവും കേരളവും. ചില തീരുമാനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയോ വ്യാപകമായ ആശങ്ക സൃഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആശങ്ക ദൂരീകരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. തീരുമാനങ്ങൾ അത് ഏതുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ചർച്ചകൾക്കും തിരുത്തലുകൾക്കും ഒക്കെ വിധേയമാണ്. എന്നാൽ അതിനപ്പുറം ഒരു തുറന്ന പോരിന് ഇത് വിഷയമാകുന്നുണ്ടോ? ദ്വീപിന് പുറത്ത് വ്യാജ ക്യാമ്പയിൻ നടക്കുന്നുവെന്ന ലക്ഷദ്വീപ് കളക്ടർ എസ് അസ്കർ അലിയുടെ ആക്ഷേപം ശരിയോ? രാഷ്ട്രീയ വർഗീയ മുതലെടുപ്പ് ആരുടെയെങ്കിലും അജണ്ടയാണോ? ജനം ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. ശ്രീ ടി ജി മോഹൻദാസ്, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ ബിജി അബ്രഹാം, അഡ്വക്കേറ്റ് പി എം നിയാസ് എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒപ്പം BJPയുടെ ലക്ഷദ്വീപ് ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് മുത്തുക്കോയ, അദ്ദേഹത്തെ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. ചർച്ചയിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം ശ്രീ ടി ജി മോഹൻദാസിലേക്ക്. ശ്രീ ടി ജി മോഹൻദാസ്, ഇന്ന് വൈകിട്ടാണ് ലക്ഷദ്വീപ് കളക്ടറുടെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടത്. അദ്ദേഹം ഈ ഭരണപരിഷ്കാര നടപടികളെ മുഴുവൻ ന്യായീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ഉച്ചഭക്ഷണത്തിന് മാംസാഹാരം വിലക്കി എന്ന തീരുമാനമൊന്നും ശരിയല്ല എന്നാണ്. ഉച്ചഭക്ഷണത്തിന് മാംസാഹാരമാകാം, മീനും മുട്ടയും അനുവദിച്ചിട്ടുണ്ട്, ബീഫും ചിക്കനും മാത്രമാണ് വിലക്ക്. അതൊരു നയപരമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വാർത്ത ലക്ഷദ്വീപിൽ മുഴുവൻ മാംസാഹാരം നിരോധിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ തെറ്റായ വാർത്തകൾ ലക്ഷദ്വീപിൽ നിന്നും വരുന്നുണ്ടോ? കളക്ടറുടെ ആക്ഷേപം ഒരു വ്യാജ ക്യാമ്പയിൻ ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ച് നടക്കുന്നു, അത് ദ്വീപിന് പുറത്താണ് എന്നാണ്. വാസ്തവത്തിൽ ലക്ഷദ്വീപിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ലക്ഷദ്വീപിൻ്റെ കളക്ടർ അസ്കർ അലിയുടെ പത്രസമ്മേളനം ഞാനും കണ്ടു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് നന്നായി. കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി 3 തവണ അദ്ദേഹം ആവർത്തിച്ചു, വെസ്റ്റഡ് ഇൻട്രസ്റ്റ് നടത്തുന്ന ദുഷ്പ്രചരണമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വെസ്റ്റഡ് ഇൻട്രസ്റ്റിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ലക്ഷദ്വീപിൻ്റെ സ്വത്വം, അതിൻ്റെ പ്രത്യേക സംസ്കാരം, ഇങ്ങനെയുള്ളതൊക്കെ വെറും പൊള്ളയായ സ്വപ്നങ്ങളാണ്. നമുക്കെല്ലാവർക്കും ഒരേ സംസ്കാരമാണ്. അത് വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും, ഷർട്ട് ഇട്ടവനാണെങ്കിലും ഷർട്ട് ഇടാത്തവനാണെങ്കിലും, ഇതൊന്നും സംസ്കാരവുമായിട്ട് ബന്ധമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്കാരം മിനിറ്റ് വെച്ച് മാറുന്നതാണെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. വസ്ത്രം, ഭക്ഷണമൊന്നും അല്ല സംസ്കാരത്തിൻ്റെ അടയാളം. സംസ്കാരം മൂല്യങ്ങളുടെ ഒരു സഞ്ചയമാണ്. ആ മൂല്യങ്ങളുടെ സഞ്ചയം ലക്ഷദ്വീപിലും കേരളത്തിലും ജമ്മു കാശ്മീരിലും എല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് സാംസ്കാരികമായിട്ട് ഭാരതം ഒന്നായിട്ട് നിൽക്കുന്നത്. ലക്ഷദ്വീപിനെ ഒരു പ്രത്യേക സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നു വർഷങ്ങളായിട്ട്. ലക്ഷദ്വീപിൽ ഒരു മ്യൂസിയം ഉണ്ട്. അഗത്തിയിലാണത്. അഗത്തി എയർപോർട്ട് ഭാഗത്താണ് ഒരു മ്യൂസിയം, ഗോൾഡൻ ജൂബിലി മ്യൂസിയം. ഈ ഗോൾഡൻ ജൂബിലി മ്യൂസിയത്തിൽ തകർന്നു കിടക്കുന്ന 2 ബുദ്ധപ്രതിമകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തകർന്നു കിടക്കുന്ന ബുദ്ധപ്രതിമകൾ. ബുദ്ധനോട് വല്ലാതെ സ്നേഹമുള്ള ഒരുപാട് പേർ കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സാംസ്കാരിക നായകനായ സുനിൽ പി ഇളയിടൻ, ദീപാ നിശാന്ത് തുടങ്ങിയ വലിയ വലിയ ആൾക്കാരുടെ ദൈവമാണ് ബുദ്ധൻ. ഇവരാരും തന്നെ ഈ ബുദ്ധപ്രതിമ, തകർന്ന ബുദ്ധപ്രതിമ കണ്ടല്ല, കേട്ടുപോലും കാണില്ല.
ബുദ്ധനെ നമുക്ക് വിടാം, ഗാന്ധിജിയിലേക്ക് വരാം. ആധുനിക ഇന്ത്യയുടെ പിതാവാണല്ലോ ഗാന്ധിജി. ഗാന്ധിജിയുടെ ഒരു പ്രതിമ 2010 സെപ്റ്റംബർ 28 അർദ്ധകായ പ്രതിമയാണ്. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കൊണ്ടുപോയി. അവിടെ ഇറക്കാൻ പറ്റിയില്ല. 29 തിരിച്ചു വന്നു പ്രതിമ. ഒക്ടോബർ 1 വീണ്ടും അയച്ചു. ഒക്ടോബർ 2 അത് സ്ഥാപിക്കണമെന്നായിരുന്നു ആഗ്രഹം, നടന്നില്ല. അന്ന് ജില്ലാ കളക്ടർ ഒരു വസന്തകുമാറാണ്, ഇന്നത്തെ നമ്മുടെ അസ്കറയിലേക്ക് പകരം വസന്തകുമാർ. ദാദു എന്ന് പറഞ്ഞിട്ടായിരുന്നു IAS-കാരനായിരുന്നു അഡ്മിനിസ്ട്രേറ്റർ. രണ്ടുപേരും കൊണ്ടുപിടിച്ച് ശ്രമിച്ചിട്ടും അത് നടന്നില്ല. അത് അഡ്മിനിസ്ട്രേറ്ററുടെ വീട്ടിലിരിക്കുന്നു എന്നാണ് 2010 ഒക്ടോബർ 3 ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയുടെ പ്രിൻ്റ് ഔട്ടാണിത്. ഈ വാർത്ത അന്ന് ഫയൽ ചെയ്തത് ശ്രീ G. അനന്തകൃഷ്ണൻ. അദ്ദേഹം ഇന്നിപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇല്ല എന്ന് ഞാൻ അറിയുന്നു, വേറൊരു പത്രത്തിലായിരിക്കാം. ഏതായാലും ഈ വാർത്തയനുസരിച്ച് മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ പോലും ദ്വീപിൽ വയ്ക്കാൻ സമ്മതിച്ചില്ല. ഇപ്പോഴല്ല, 11 വർഷം മുമ്പ്. ആരാണ് ലക്ഷദ്വീപിൻ്റെ സംസ്കാരം തകർത്തുകൊണ്ടിരുന്നത് ഇത്രയും കാലം? ഇപ്പോൾ ആ സിനിമാ നടൻ ഇറങ്ങിയല്ലോ, സേവ് ലക്ഷദ്വീപ്, നമ്മുടെ പൃഥ്വിരാജിന് മഹാത്മാഗാന്ധിയെ പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ RSSകാർ കൊന്നു എന്ന് പറഞ്ഞുള്ള പരിചയമല്ലേ ഉള്ളൂ. അല്ലാതെ ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെടുത്തി മഹാത്മാഗാന്ധിയെ അറിയില്ലല്ലോ പൃഥ്വിരാജിന്. അറിയാൻ വഴിയില്ല, അറിയാമെങ്കിൽ തന്നെ പുറത്ത് പറയില്ല. ഇത് സംശുദ്ധമായ വർഗീയ കളിയാണ് നിങ്ങൾ നോക്കുന്നത്. T. സിദ്ദിഖൊക്കെയാണ് ആദ്യം ഇടപെട്ടത്. അത് ക്ലച്ച് പിടിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവർ പൃഥ്വിരാജിനെ ഇറക്കിയത്. ഇതിനു മുമ്പ് പൃഥ്വിരാജ് കൊട പിടിച്ചത് ആർക്കായിരുന്നു? മാപ്പിള ലഹളക്കാലത്ത് ഹിന്ദുക്കളെ കൊന്നു തല്ലിയതിൽ അഗ്രഗണ്യനായിരുന്ന വാര്യയും കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പൃഥ്വിരാജ് അന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അതേ സിനിമാ നടനെ ഇന്ന് മുമ്പിലേക്ക് വെച്ചു. ഇത് കൂടാതെ സാമ്പത്തിക താല്പര്യമുള്ള വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളുടെ കയ്യിലാണ് എത്രയോ വർഷമായിട്ട് ദ്വീപ്. അവിടുത്തെ കുറേ കോൺട്രാക്ടർമാരുണ്ട്. എല്ലാ കോൺട്രാക്റ്റും അവർക്ക് കിട്ടണം, വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ അവർ കച്ചറയുണ്ടാക്കും. ഇപ്പോൾ ഇത് പറയുന്നില്ലേ, മദ്യം ഒഴുക്കാൻ പോകുന്നു. ഒഴുക്കാനൊന്നും പോകുന്നില്ല. ഒരു റിസോർട്ടിന് മാത്രം മദ്യത്തിന് ലൈസൻസ് ഉണ്ട്. വേറെ 2 റിസോർട്ടിന് കൂടെ ഇങ്ങനെ കൊടുത്തു. അത് കൊടുത്തത് സ്വാഭാവികമായിട്ട് ആദ്യത്തെ റിസോർട്ടുകാരന് ഇഷ്ടപ്പെടുകയില്ല. അയാളുടെ മൊണോപ്പൊളിയല്ലേ. അയാളുടെ മൊണോപ്പൊളിയിൽ 2 പേർക്ക് കൂടെ ലൈസൻസ് കിട്ടുന്ന അയാൾക്ക് ഇഷ്ടപ്പെടുമോ? പെടുകയില്ല. ഈ നാടകം എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന്. സാമ്പത്തിക താല്പര്യം. ഒരു 10-12 വർഷം മുമ്പ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്ത് ഒരു ബാർ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് വലിയ സമരം. ഞാനിപ്പോൾ സംശയിച്ചടാ, ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ 2 ബാറ് കാണാം അന്നത്തെ കാലത്ത്. ഇന്ന് കാണാമെന്ന് എനിക്കറിയില്ല, ഞാൻ അവിടെ പോയിട്ട് ഒരുപാട് കാലമായി. പക്ഷെ അന്ന് കണ്ട ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ പിന്നെ 3ാമത്തെ ബാറിന് എന്താ തടസ്സം? ഈ 2 ബാറുകാർ മദ്യനിരോധന സമിതി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് ഇവരെ ഇട്ട് തുള്ളിക്കുകയാണ് ബഹളം വെച്ച്. അവസാനം ഹൈക്കോടതി പറഞ്ഞു 2 ബാർ കൊടുക്കാമെങ്കിൽ 3ാമത്തെ ബാറും കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത്ര ലഘുവായിട്ട് കാര്യം തീർന്നു. ഇതുപോലത്തെ സാമ്പത്തിക താല്പര്യങ്ങൾ, വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അവിടെ കളിക്കുന്നു. അവർ ഈ മാധ്യമങ്ങളെ കൊണ്ടും മറ്റ് രാഷ്ട്രീയക്കാരെ കൊണ്ടും തുള്ളിക്കുന്നു. ആ തുള്ളലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഭരണ പരിഷ്കാര നടപടികളെ എതിർക്കുന്നതിന് പിന്നിലും ഇപ്പോൾ ഈ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് പിന്നിൽ കോർപ്പറേറ്റ് വൽക്കരണമുണ്ട് എന്നാണല്ലോ എതിർക്കുന്നവർ ഉന്നയിക്കുന്ന ആക്ഷേപം. ശ്രീ TG മോഹൻദാസ്, താങ്കൾ പറയുന്നു ഇത് എതിർക്കുന്നതിന് പിറകിലും ചിലരുടെ സാമ്പത്തിക താല്പര്യം ഉണ്ട് എന്ന്. അങ്ങനെ തന്നെയല്ലേ? ഉണ്ടല്ലോ, സത്യമാണല്ലോ. ഈ കോർപ്പറേറ്റ് വൽക്കരണം? അദാനി വലിയ കോർപ്പറേറ്റ് ആണല്ലോ. വിഴിഞ്ഞം പോർട്ട് കിട്ടുന്നത് അദാനിയല്ലേ? നമ്മളുടെ യൂസഫ് അലി വലിയ കോർപ്പറേറ്റ് അല്ലേ? അദ്ദേഹത്തിനല്ലേ സിംഗിൾ ടെൻഡർ ബേസിസിൽ വല്ലാർപാടത്ത് സ്ഥലം കൊടുത്തിട്ട് അദ്ദേഹം വലിയ കൺവെൻഷൻ സെൻറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്? അവിടെ ഒന്നുമില്ലാത്ത കോർപ്പറേറ്റ് വിരോധം ഈ ലക്ഷദ്വീപിൻ്റെ കാര്യം വരുമ്പോൾ എന്താ? കയ്യിൽ കാശുള്ളവനല്ലേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതെല്ലാം കൂടെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് എഴുതി കൊടുക്കാമെന്നോ? നടക്കുന്ന കേസാണ്. ഊരാളുങ്കൽ സൊസൈറ്റി പിന്നെ റോക്കറ്റ് വിക്ഷേപിക്കുന്ന കോൺട്രാക്റ്റ് വരെ ഏറ്റെടുക്കും. എന്നിട്ട് ISROയ്ക്കും VSSCക്കും സബ് കോൺട്രാക്റ്റ് കൊടുക്കും. അതിൻ്റെ കമ്മീഷൻ അതിൻ്റെ ആൾക്കാർക്ക് കിട്ടിക്കോളും. ഈ പരിപാടിയാണ് ഊരാളുങ്കൽ സൊസൈറ്റി. ഇതിനൊന്നും കൂട്ടുനിൽക്കുന്നവരല്ല കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റർമാർ. അതിൻ്റെ ബഹളമാണ് ഇപ്പോഴീ നടക്കുന്നത്. പിന്നെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഈ ലക്ഷദ്വീപിൽ കൂടുതലും മുസ്ലിങ്ങളാണല്ലോ. ആ മുസ്ലിങ്ങളുടെ സംരക്ഷിക്കാനായിട്ട് ഞാനാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉള്ള രാഷ്ട്രീയക്കാരനെല്ലാം കൂടെ ഇതിൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഇതൊക്കെ സംശുദ്ധമായ
വികസന വിരുദ്ധമായ ജനവിരുദ്ധമായ അജണ്ടയാണ് കേരളത്തിൽ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും കൂടെ നടത്തുന്നത്. ശരി ശരി ശ്രീ ടി ജി മോഹൻദാസ്, എനിക്കൊരു ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ഒരു 2 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഇടവേളയിലേക്ക് പോകുന്നു. അതിനുശേഷം മറ്റു അതിഥികളിലേക്ക് അതിവേഗം തിരിച്ചെത്തും. ശ്രീ ബിജി അബ്രഹാം, ഈ തീരുമാനങ്ങളിലെ ശരിയും ശരികേടും അതിനപ്പുറം ഇതിനെ എതിർക്കുന്നവർക്ക് പിന്നിലുമുണ്ട് ചില താല്പര്യങ്ങൾ എന്ന ടി ജിയുടെ ആക്ഷേപത്തിന് ആദ്യം മറുപടി. കഴിഞ്ഞ മാസം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പുതിയ ഗവൺമെന്റ് കേരളത്തിൽ അധികാരമേൽക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻപ് ഓരോ പാർട്ടിയും അവർക്ക് കേരളത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ളൊരു വിശദമായ ഒരു മാനിഫെസ്റ്റോ അവതരിപ്പിക്കാറുണ്ട്. അത് ജനങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. അവരുടെ പാർട്ടിയുടെ നേതൃതലത്തിലുള്ളവർ അത് ജനങ്ങളെടുത്ത് വിശദീകരിക്കും. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഒരു ഗവൺമെന്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുള്ള ലക്ഷദ്വീപ് പോലുള്ള ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു സൗഭാഗ്യം പലപ്പോഴും ജനങ്ങൾക്ക് ലഭിക്കാറില്ല. ലക്ഷദ്വീപിന്റെ ഇപ്പം 10 ഐലൻഡിലാണ്, 36ഓളം ദ്വീപുകളിൽ 10ഓളം ഐലൻഡുകളിൽ മാത്രമാണ് ജനവാസം ഉള്ളത്. ആ 10 ഐലൻഡിലും ഓരോ ദ്വീപിലും ഓരോ പഞ്ചായത്തുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ പറയാവുന്ന സംവിധാനം പോലെ തന്നെ അവിടെ വാർഡ് മെമ്പർമാരുണ്ട്. വാർഡ് മെമ്പർമാർ തെരഞ്ഞെടുക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. അതുകൂടാതെ വില്ലേജ് ദ്വീപ് പ്രസിഡന്റ് ഉണ്ട്, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പോലെ. അപ്പൊ 2 ടയർ സിസ്റ്റമാണ് അവർ പിന്തുടരുന്നത്. അപ്പൊ ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരും വില്ലേജ് ദ്വീപ് പ്രസിഡന്റുമാരും കൂടെ കൂടിയിട്ടാണ് അവരുടെ പ്രസിഡന്റ് കം ചീഫ് കൗൺസിലർ, ഏതാണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്കൊക്കെ തുല്യമായി നിൽക്കുന്ന ഒരു PCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനമാണ് ദ്വീപിൽ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പുതിയ അഡ്മിനിസ്ട്രേറ്റർ അവിടെ വന്നതിന് ശേഷം ഇത്തരത്തില് PCC അധ്യക്ഷനെയോ അല്ലെങ്കിൽ അവിടുത്തെ വില്ലേജ് ദ്വീപ് പ്രസിഡന്റുമാരെ വിളിച്ചുകൂട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്ക് തുല്യമായ ഈ ദ്വീപ് പ്രസിഡന്റുമാരെ വിളിച്ചുകൂട്ടിക്കൊണ്ട് ജനങ്ങളെ കേൾക്കാനോ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനോ തയ്യാറാകാതെ ഏകപക്ഷീയമായ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചില അജണ്ടകൾ, ആ അജണ്ടകൾ എന്ന് പറയുന്നത് BJPയുടെ അജണ്ടകൾ തന്നെയാണ്. കേന്ദ്രം ഭരിക്കുന്ന ഭരണകക്ഷിയുടെ അജണ്ടകൾ ആ ജനങ്ങളുടെ മേഖത്ത് വളരെ സാധാരണക്കാരായിട്ടുള്ള കൃഷിയും മത്സ്യബന്ധനവും മാത്രം കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു ജനതയുടെ മേല് അടിച്ചേൽപ്പിക്കാനായിട്ട് നടത്തുന്ന ശ്രമങ്ങളാണ് ഈ അടുത്ത സമയത്ത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്നത്. എത്രയോ കാലങ്ങളായിട്ട് ഇപ്പൊ കേരളത്തിലുള്ളതുപോലെ ഒരു മാധ്യമ ലിറ്ററസിയോ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ ഒന്നും തന്നെ ദ്വീപിലില്ല. കേരളത്തിലുള്ള മാധ്യമങ്ങൾ തന്നെയാണ് പലപ്പോഴും അവരുടെയും ശ്രദ്ധയിൽ വരുന്നത്. അല്ലെങ്കിൽ ദ്വീപിലെ വാർത്തകൾ പലപ്പോഴും പുറത്തു വരുന്നില്ല. എന്നാൽ ഈ അടുത്ത സമയത്ത് എത്രയോ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവിടെ ഉണ്ടായിട്ടുണ്ട്. എത്ര സമാധാനപരമായിരുന്നു അവരുടെ ഒരു ജനജീവിതം തുടർന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ വരവോടുകൂടി ജനാധിപത്യ ക്രമത്തെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് വളരെ ഗൂഢ ഉദ്ദേശത്തോടു കൂടി ദ്വീപിലേക്ക്. ബിജി, ദ്വീപിലെ 90% ജനങ്ങളുടെയും പൂർണ്ണമായ പിന്തുണ ഈ തീരുമാനങ്ങൾക്കുണ്ട് എന്നാണ് കളക്ടർ പറയുന്നത്. കളക്ടർ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. കളക്ടർ ഒരു പൊളിറ്റിക്കൽ ലീഡർ ഒന്നുമല്ല, ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അത് അവിശ്വസിക്കേണ്ടതുണ്ടോ? അതെ, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞത്. ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ മറുപടി ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയത്. ജനങ്ങൾ വളരെ അസംതൃപ്തരാണ്. ഉദാഹരണത്തിന് അവരുടെ പഞ്ചായത്ത് ആക്ടിനകത്ത് ഉണ്ടായിരിക്കുന്ന പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിലുണ്ടായിരുന്ന പല അധികാരങ്ങളും എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതായിരുന്നു എഡ്യൂക്കേഷനും ഹെൽത്തും ഫിഷറീസ് സോഷ്യൽ വെൽഫെയർ തുടങ്ങിയ പല കാര്യങ്ങളും. ഇന്ന് ഈ പറയുന്ന ഈ പുതിയ പഞ്ചായത്ത് റെഗുലേഷൻസിന്റെ ഭാഗമായിട്ട് തന്നെ ഇതെല്ലാം തന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോ അവർക്ക് ആകെ അവരുടെ കൈവശമുള്ളത് സ്കൂൾ എഡ്യൂക്കേഷനും ആനിമൽ ഹസ്ബൻഡറിയുടെ സ്ഥിതി നമുക്കറിയാം. പുതിയ ആനിമൽ സ്ലോട്ടറിംഗ് റെഗുലേഷൻസ് വന്നതിന്റെ ഭാഗമായിട്ട് ഉള്ള ഡയറി ഫാമുകളും കൂടി അടച്ചുപൂട്ടിയിട്ട് നിലവിൽ ഉള്ള കാറ്റിൽ എല്ലാം തന്നെ ഓപ്ഷൻ ചെയ്ത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റിക്കോണമെന്നാണ് അവിടുന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 1997 ബിജി, അവിടെ പ്രശ്നമുള്ളത് ഈ പുറത്തു വരുന്ന നിർദ്ദേശങ്ങൾ, ഉത്തരവുകൾ, ഇത് പലതും വ്യാജമാണ് എന്നാണ് ഇന്ന് ലക്ഷദ്വീപ് കളക്ടർ തന്നെ വിശദീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം നമ്മളൊക്കെ ആദ്യഘട്ടത്തിൽ കേട്ടത് എന്താണ്, ദ്വീപിലാകെ മാംസാഹാരത്തിന് വിലക്ക് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നാണ്. ഇന്ന് അദ്ദേഹം വിശദീകരിച്ചത് സ്കൂളിൽ പോലും മാംസാഹാരത്തിന് വിലക്ക് ഉണ്ടായിട്ടില്ല. മീനും മുട്ടയും കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിൽ
കൂടെ കൊണ്ടുവരാം. അവിടെ വിലക്കിയിട്ടുള്ളത് ഉച്ചഭക്ഷണമായി കൊണ്ടുവരാൻ പാടില്ല എന്ന് കുട്ടികളോട് പറഞ്ഞത് ബീഫും ചിക്കനുമാണ്. അതൊരു നയപരമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകളുടെ വിശ്വാസ്യത അത് സംശയകരമാണ്. ആന്ത്രോത്ത് ദ്വീപില് സന്ദർശിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെന്ററിന്റെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം അവിടെ സ്ഥിതി ചെയ്യുന്നിടത്ത് നടന്ന ഒരു ദേശീയ സെമിനാറിൽ പങ്കെടുക്കാനായിട്ടാണ് ഏതാണ്ട് ഒരാഴ്ചയിലധികം അവിടെ സന്ദർശിക്കാനായിട്ട് വിവിധ ദ്വീപുകളിലൊക്കെ പോകാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പം അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി എന്താണെന്നത് കൃത്യമായി ഒരു കൗതുകത്തോടെ, ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സോഷ്യോളജി ഒക്കെ മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു കൗതുകത്തോടെ തന്നെ ഞാൻ ജനങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സ്കൂളുകളില് ഈ ആനിമൽ സ്ലോട്ടറിങ് നിർത്തലാക്കിയതിന്റെ ഭാഗമായിട്ട് സ്കൂളുകൾ അവർക്ക് ഉച്ചഭക്ഷണത്തിന് കൂടെ ബീഫ് ലഭിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. മറിച്ച് അവരുടെ ഇപ്പം കേരളത്തിലെ പോലെ ഒരു ഭൂപ്രദേശമല്ല, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഗംഗാ പ്ലെയിൻ പോലുള്ള പച്ചക്കറി മാത്രം ഭക്ഷിച്ച് കഴിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗമല്ല അവിടെ. അവിടുത്തെ ലാൻഡ് എന്ന് പറയുന്നത് ചുറ്റും കടലാൽ ചുറ്റപ്പെട്ടതും നമ്മുടെ പോലെ തന്നെ ഈ വൈവിധ്യമാർന്ന പച്ചക്കറി കൃഷിയൊന്നും നടത്താൻ അനുയോജ്യമായ ഒരു ഇടമല്ല. അപ്പൊ അവിടെ ജനങ്ങള് എത്രയോ നൂറ്റാണ്ടുകളായി അവർ പരിചരിച്ചു വന്നിരുന്ന ഒരു ആഹാരക്രമം എന്ന് പറയുന്നത് മാംസത്തിൽ അധികം ഡിപ്പെൻഡഡ് ആണ്. അവർക്ക് മത്സ്യമുണ്ട്, മുട്ടയുണ്ട്, കോഴിയുണ്ട്, അതേപോലെ കന്നുകാലികളുടെ മാംസമൊക്കെ കഴിച്ച് ജീവിച്ചു വരുന്ന ഒരു ജനവിഭാഗമാണ്. അവരുടെ സ്കൂളുകളിലെ മിഡ് ഡേ മീൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെ 2 ദിവസം ബീഫ് നിർബന്ധമായിട്ട് അവർക്ക് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു ചില ദിവസങ്ങളിൽ ചിലപ്പോൾ കോഴിയായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ പച്ചക്കറി മാത്രമായിരിക്കാം. ഇത്തരത്തില് ഫിഷ് അവർക്ക് വളരെ സവിശേഷമായി ലഭിക്കുന്ന ഒരു ഇടമാണ്. എന്ന് മാത്രമല്ല അവരുടെ ഫിഷിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ബോട്ടാണ്, അൺകവേർഡ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ബോട്ടാണ്. 4-5 മണിക്കൂർ കൊണ്ട് അവർ പുറപ്പെട്ട് കഴിഞ്ഞാൽ കടലിൽ പോയി മത്സ്യം പിടിച്ച് തിരികെ വരുന്ന ഒരു പ്രക്രിയ. അവർക്ക് ഫ്രീസിംഗ് ടെക്നിക് ഒന്നും അവർ ഇപ്പോഴും സൂക്ഷിക്കുന്നില്ല. കൊണ്ട് വളരെ ഫ്രഷ് ആയിട്ട് തന്നെ ഫിഷ് കൺസ്യൂം ചെയ്യുന്ന ഒരു ജനവിഭാഗം കൂടെയാണ് അവർ. അപ്പൊ ഇത്തരത്തില് വളരെ വൈവിധ്യമാർന്ന ഒരു ഭക്ഷണ സമ്പ്രദായമാണ് അവിടുത്തെ ജനങ്ങൾക്കുള്ളത്. അപ്പൊ സ്കൂളുകളിൽ നിലവില് ഇപ്പൊ മത്സ്യം കൊടുക്കുന്നുണ്ട്, മുട്ട കൊടുക്കുന്നുണ്ട് എന്ന് ജില്ലാ കളക്ടർ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. എന്നാൽ അവർക്ക് ഉണ്ടായിരുന്ന അവരുടെ ഭക്ഷണക്രമത്തിന്റെ ഭാഗമായിരുന്ന അവരുടെ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെ ഒക്കെ ഭാഗമായിരുന്ന മട്ടൻ, ഇപ്പൊ ഗോട്ടിന്റെ മീറ്റോ അല്ലെങ്കിൽ ബീഫ് തുടങ്ങിയ മത്സ്യം മാംസാദികൾ ലഭിക്കാൻ അവർക്ക് മാർഗമില്ല. കേവലം അവർക്ക് ഇന്ന് ലഭിക്കാൻ ആകെയുള്ള സോഴ്സ് എന്ന് പറയുന്നത് മത്സ്യ മുട്ട മാത്രമാണ്. അപ്പൊ അവരുടെ ഭക്ഷണത്തിനകത്ത് ഇന്ത്യയിൽ ഉടനീളെ എങ്ങനെയാണോ സംഘപരിവാർ ജനങ്ങളുടെ ഭക്ഷണത്തിനകത്ത് ഇടപെടുന്നത്, ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത്, അത്തരത്തിലുള്ള ഇടപെടല് ശരി, ആ രീതിയിലുള്ള ഇടപെടൽ ലക്ഷദ്വീപിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ശ്രീ ബിജി അബ്രഹാം ഉന്നയിക്കുന്ന ആക്ഷേപം. 2 വാദങ്ങളാണ് ടിജിയും ബിജി അബ്രഹാമും മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വാദങ്ങളുടെ ശരിയെന്ത്, ശരികേടെന്ത് എന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം. 8 മണിക്ക് മുമ്പ് ഒരു ഇടവേള കൂടി ആവശ്യമാണ് എന്നതുകൊണ്ട് മാത്രം ഞാൻ ഇടവേളയിലേക്ക് പോകുന്നു. അതിനുശേഷം ശ്രീ ശ്രീജിത്ത് പണിക്കരിലേക്കും അഡ്വക്കേറ്റ് PM നിയാസിലേക്കും മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് PM നിയാസ്, താങ്കൾ ഒരു 5 മിനിറ്റ് കൂടി കാത്തിരിക്കുക. ഞാൻ ശ്രീജിത്ത് പണിക്കരിലേക്ക് പോയതിനു ശേഷം താങ്കളിലേക്ക് വരാം. ശ്രീജിത്തിൽ നിന്നും ചില വിവരങ്ങൾ അടിയന്തരമായി കിട്ടേണ്ടതുണ്ട്. ശ്രീജിത്ത്, ഈ വിഷയം ആഴത്തിൽ പഠിച്ച ഒരാളാണ്. നമ്മൾ ഏത് വാർത്ത വിശ്വസിക്കണം, പുറത്തു വരുന്ന ഏത് വിവരം വിശ്വസിക്കണം എന്ന് തന്നെയാണ് പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞത് ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യമാണ്. അതുപോലൊപ്പം ഇന്നലെ പുറത്തു വന്ന വാർത്ത ഈ കോവിഡ് ബാധിച്ച രോഗികളെ എയർലിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിലും കടുത്ത നിയന്ത്രണങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ ഏർപ്പെടുത്തിയെന്നതാണ്. അതിന് കൃത്യമായ ഒരു മറുപടി ശ്രീജിത്ത് പണിക്കർ തന്നെ ഫേസ്ബുക്കിൽ നൽകുകയും ചെയ്തിരുന്നു. ഈ 4-അംഗ സമിതിയെ നിയോഗിച്ചു എന്നതാണ് അതിൻ്റെ ശരി, കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നത് തെറ്റാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ശ്രീജിത്ത് തന്നെ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. അപ്പോൾ ഈ സംഭവിക്കുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി പുറത്തേക്ക് വരുന്നില്ല എന്നതാണോ, അതാരെങ്കിലും മറച്ചു വയ്ക്കുന്നു എന്നതാണോ, എവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത്? സുബീഷ്, എനിക്ക് ഈ കാര്യത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു സന്തോഷം. 2 ദിവസങ്ങൾക്ക് മുൻപ് ഇതേ ചാനലിൽ തന്നെ ഒരു ചർച്ചയിൽ ഇത്തരം ആരോപണങ്ങൾക്ക് ഞാൻ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അത് കോടതി വ്യവഹാരമായിക്കോട്ടെ, നിയമ നടപടികളായിക്കോട്ടെ, അതല്ല എങ്കിൽ ഇവിടെ പാസ്സാക്കിയിരിക്കുന്ന രേഖകളിൽ നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ വെച്ച് വിശദീകരിച്ചിരുന്നു. ഈ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് അവിടുത്തെ കളക്ടറായിട്ടുള്ള ശ്രീ അസ്കർ അലി ഇന്ന് എറണാകുളത്ത് നടത്തിയിരുന്ന മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിച്ചത് എന്നുള്ളത് വ്യക്തിപരമായിട്ട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നിന്നുള്ള യഥാർത്ഥ വാർത്തകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നെങ്കിലോ അതിനെ തെറ്റായ രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നെങ്കിലോ
സാധാരണ ഈ പറയുന്ന മാധ്യമങ്ങളോ അല്ലെങ്കിൽ സർക്കാർ പുറപ്പെടുവിക്കുന്ന ഡോക്യുമെന്റുകളോ മാത്രം ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ എനിക്ക് ഈ വിവരങ്ങൾ കണ്ടെത്താമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി ഈ ഒരു വിഷയത്തിനെ സമീപിക്കാനാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ലക്ഷദ്വീപിൽ വന്നിരിക്കുന്ന ഈ കുറേയധികം മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ആ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നാരും പറയുന്നില്ല. ആ മാറ്റങ്ങൾ വന്നിരിക്കുന്നതിലൊക്കെ തന്നെ ഇത്രത്തോളം ഡെലിബറേഷൻസ് കഴിഞ്ഞതിന് ശേഷവും തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരിക എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രത്യക്ഷമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം 100% ലിറ്ററസിയുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഒരു രേഖ വായിച്ചു കഴിഞ്ഞാൽ അതിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് കഴിയുന്നില്ല എങ്കിൽ അവരുടെ സ്വന്തം ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് അവരും മാധ്യമ സ്ഥാപനങ്ങളും തന്നെ പരിശോധിക്കണം എന്നേ ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. നോക്കൂ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ലക്ഷദ്വീപിൽ കൊണ്ടുവന്നിരിക്കുന്ന റിഫോംസ് എന്തിനു വേണ്ടിയിട്ടാണ്? പഞ്ചായത്ത് തലത്തിലുള്ള റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട്, അവിടുത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രൊമോഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അവിടെ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് IIMP സ്കീമിന്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മീഷൻ അവരുടെ റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡ് നിയമം നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോങ് പെൻഡിംഗ് ആയിട്ട് അവിടെ നടപ്പാക്കാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് നടപ്പാക്കാൻ വന്നിരിക്കുന്നു. ആ നടപ്പാക്കാൻ വന്നിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നിയമവിരുദ്ധമാണ് എങ്കിൽ അത് നമുക്ക് ചോദ്യം ചെയ്യണം, അതിനെ ചർച്ച ചെയ്യേണ്ടതാണ്. ഇവിടെ തുടക്കത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ബിജി അദ്ദേഹം പറഞ്ഞത് ഏതാനും ചില കാര്യങ്ങളിൽ മാത്രം ആയിട്ട് പഞ്ചായത്തിന്റെയും മറ്റും അവരുടെ ആ സ്വാധീനത്തിനെ അല്ലെങ്കിൽ അവരുടെ പവർ മേക്കിങ്ങിനെ, ഡിസിഷൻ മേക്കിങ്ങിനെ ഒക്കെ ലിമിറ്റ് ചെയ്തു എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അത് ശരിയായ കാര്യമല്ല. ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നത് ഈ പാസ്സാക്കിയിരിക്കുന്ന നിയമത്തിലെ ചാപ്റ്റർ 4 പവേഴ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ വിശദമായിട്ട് എന്തൊക്കെ കാര്യങ്ങളിലാണ് അത് സ്വന്തമായിട്ടുള്ള ഡെവലപ്മെന്റ് സ്കീമുകൾ അവർക്ക് ആവിഷ്കരിക്കുന്നതിന്, അതിനുള്ള ഫണ്ട് കിട്ടുന്നതിന്, സെക്കൻഡ് ഷെഡ്യൂളിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്, പാലങ്ങൾ, റോഡുകൾ, ഡ്രെയിനേജുകൾ, സ്ട്രീറ്റുകൾ തുടങ്ങിയവയുടെ വികസനത്തിന് തുടങ്ങി എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് പോയിന്റുകളിലായിട്ട് വന്നിട്ടുണ്ട്. കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി 2, ഇന്ന് കളക്ടറുമായിട്ട് നടത്തിയിരുന്ന ഒരു മീഡിയ ഇന്ററാക്ഷൻ, അതിൽ വന്നിരുന്ന ചില ചോദ്യങ്ങളുടെ തന്നെ ഉത്തരങ്ങൾ നോക്കൂ. 1, 2 കുട്ടികളുള്ള ആൾക്കാർക്ക് അവിടെ മത്സരിക്കാൻ പറ്റില്ല. നോക്കൂ, ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ രാജ്യത്ത് നിലവിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നതിന് 2 കുട്ടികൾക്ക് മുകളിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ വിലക്കുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ അങ്ങനെയാണ്, കോൺഗ്രസിന് കൂടി ഭരണത്തിൽ സ്റ്റേക്കുള്ള മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ്, ആസാമിൽ അങ്ങനെയാണ്. ആസാമിലൊക്കെ എന്ന് വെച്ചാൽ ആസാമിലും രാജസ്ഥാനിലും ഒക്കെ സർക്കാർ സർവീസിലേക്കുള്ള പ്രവേശനത്തിന് പോലും 2 ചിൽഡ്രൻ പോളിസി ഉണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു നിയമം പാസ്സാകുന്ന സമയത്ത് 2-ലധികം കുട്ടികളുള്ള ആൾക്കാർക്ക് ഇതൊരു അയോഗ്യതയല്ല. അവർക്ക് തുടർന്നും മത്സരിക്കാം, അവർക്ക് അധികാര സ്ഥാനത്ത് നിന്നും മാറേണ്ടതില്ല. അടുത്ത 1 വർഷത്തിനകത്ത് അവർക്ക് ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം പോലും ഇതിലേക്ക് പരിഗണിക്കില്ല. ഈ കാവിയറ്റുകളൊക്കെ വളരെ കൃത്യമായിട്ട് ഈ നിയമത്തിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിയമത്തിലുള്ള ഒരു ലൈൻ മാത്രം എടുത്തിട്ട് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന 2 പാരഗ്രാഫുകളിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും തമസ്കരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ലിക്കറുമായി ബന്ധപ്പെട്ട് മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ലിക്കർ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ലിക്കർ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ റാഷണൽ എന്താണ്? നമ്മുടെ രാജ്യത്ത് നിലനിൽക്കാത്ത ഒരു വാദമാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മദ്രാസിലെ ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നിരുന്നു. ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് ഒരു ഘോഷയാത്ര നടത്തുന്നത് തടയണം എന്നാവശ്യപ്പെട്ട്. അത് മുസ്ലിം മെജോറിറ്റി ഏറിയ ആയതുകൊണ്ട് മറ്റൊരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പ്രൊസഷൻ തടയാൻ സാധ്യമല്ല എന്നും, മറ്റ് സ്ഥലങ്ങളിലുള്ള ഭൂരിപക്ഷ സമുദായക്കാർ ചിന്തിച്ചാൽ ഇവിടെ മുസ്ലിങ്ങളുടെ ആഘോഷങ്ങൾ എങ്ങനെ നടക്കും എന്ന രീതിയിലാണ് കോടതി തിരികെ ചോദിച്ചത്. അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിങ്ങൾക്കാണ്. അപ്പൊ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നതും അവിടെ 97% മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ആവശ്യമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം നേരത്തെ ഇവിടെ ശ്രീ TG മോഹൻദാസ് പറഞ്ഞതുപോലെ അവിടെ ഇപ്പോഴും വിനോദ സഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് ചില ലിമിറ്റഡ് പോക്കറ്റുകളിൽ ഇപ്പോഴും മദ്യം ലഭ്യമാണ്. അത് കുറെ കാലമായിട്ട് ലഭ്യമാണ്. അതിന് തദ്ദേശവാസികൾക്ക് ആർക്കും പ്രശ്നമില്ല. അപ്പൊ അവിടെയുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു പ്രശ്നത്തിനെ പ്രശ്നമായിട്ട് അവതരിപ്പിക്കുകയും അത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ അവരുടെ കൾച്ചറൽ ഫാബ്രിക്കിനെ ഇത് ബാധിക്കുന്നു എന്ന രീതിയിൽ പറയുന്നത് ഇവിടെയുള്ള ആൾക്കാരാണ്. അപ്പൊ അതിൽ നിന്ന് രാഷ്ട്രീയപരമായിട്ട് നേട്ടം ഉണ്ടാക്കുന്നതിനോ ഒരു സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്നതിനോ അവിടെയുള്ള ആൾക്കാർക്കല്ല താല്പര്യം, ഇവിടെയുള്ള ആൾക്കാർക്കാണെന്നുള്ളതാണ് പ്രധാനം. തന്നെയുമല്ല, മഹാത്മാഗാന്ധിയോടുള്ള റെസ്പെക്ടിന്റെ ഭാഗമായി
മദ്യം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അവിടെ പോലും ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഹോട്ടലുകളിലൊക്കെ മദ്യം ലഭ്യമാണ്, അതിനുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഒരു കൾച്ചറൽ ഫാബ്രിക്കിനെ ബാധിക്കാത്ത രീതിയിൽ മദ്യം അവിടെ ലഭ്യമാക്കുന്നു. ഇനി അടുത്തത് ബീഫ് നിരോധനം. നോക്കൂ, ഞാൻ പണ്ട് തൊട്ട് എന്നെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കറിയാം, ബീഫ് നിരോധനത്തിന് ഞാൻ അടിസ്ഥാനപരമായി അതിനെ എതിർക്കുന്നയാളാണ്. ഞാൻ ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും അത് മാംസാഹാരമായിക്കോട്ടെ, സസ്യാഹാരമായിക്കോട്ടെ, മദ്യമായിക്കോട്ടെ, ഇതൊക്കെ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ല എങ്കിലും മറ്റൊരാൾ അതിനെ കൺസ്യൂം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ ഇതേ കാര്യത്തിൽ തന്നെ വൈരുദ്ധ്യം പല ആൾക്കാരും പറയുന്നുണ്ട്. അതായത് മദ്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷ സമുദായമുള്ള സ്ഥലത്ത് അവർക്കിഷ്ടമല്ല എങ്കിൽ അതിന് വിലക്ക് വേണമെന്നും, എന്നാൽ അവർക്കിഷ്ടമുള്ള മാംസം അവൈലബിൾ ആക്കണം എന്നും പറയുന്നതിൽ ഒരു ഇരട്ടത്താപ്പില്ലേ? നേരെ മറിച്ച് മെയിൻലാൻഡ് ഇന്ത്യയിലേക്ക് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 80% ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കൾക്ക് താല്പര്യം ഒരു പക്ഷേ ബീഫ് നിരോധനമാണെങ്കിൽ ബീഫ് നിരോധനം നടപ്പാക്കിക്കൊണ്ട് ഇവിടെ മദ്യം കൂടി വിളമ്പാം എന്ന രീതിയിലൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ ഭൂരിപക്ഷ സമുദായമായാലും ന്യൂനപക്ഷ സമുദായമായാലും ഒരു സമൂഹം, ആ സമൂഹത്തെ നിയന്ത്രിക്കുന്ന സർക്കാർ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ മദ്യം കഴിക്കാത്തവർ കഴിക്കേണ്ട, അവർ അത് വാങ്ങണ്ട, ബീഫ് ഉപയോഗിക്കാത്തവർ ഉപയോഗിക്കേണ്ട, മറ്റുള്ളവർ ഉപയോഗിക്കട്ടെ എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിലപാടാണ് എനിക്കുള്ളത്. മറ്റൊരു കാര്യം, ഇവിടെ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയമായിട്ടുള്ള എന്നാൽ ഇന്ന് വളരെ കൃത്യമായിട്ട് കളക്ടർ വിശദീകരിച്ച കാര്യം കോവിഡ് പ്രോട്ടോകോളാണ്. കോവിഡ് പ്രോട്ടോകോളിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി വന്നതിന് ശേഷം 1 വർഷം ഗ്രീൻ സോൺ ആയിരുന്ന സ്ഥലം ഇതാ ഇന്ന് മാറിയിരിക്കുന്നു. അവിടെ പോസിറ്റിവിറ്റി റേറ്റ് വളരെ കൂടുതലായിരിക്കുന്നു. എന്താണ് വാസ്തവം? വളരെ കൃത്യമായിട്ട് അവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസിന്റെ റെക്കമെൻഡേഷന്റെ പുറത്ത് ഈ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്നത്. കാലാകാലങ്ങളായിട്ട് ആദ്യമായിട്ടല്ല അവിടെ കോവിഡ് പ്രോട്ടോകോൾ തിരുത്തുന്നത്. SOP എന്ന് പറയുന്നത് 10-ലധികം SOP ഇതുവരെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവാദമായത് 9ാമത് വന്നിരിക്കുന്ന SOP ആണ്. അത് കോടതിയിൽ തന്നെ, നമ്മുടെ കേരള ഹൈക്കോടതിക്കാണ് അവിടുത്തെ ജൂറിസ്ഡിക്ഷൻ. കേരള ഹൈക്കോടതിയിൽ അവിടെയുള്ള 2 പൗരന്മാർ നൽകിയിരുന്ന കേസ് ഈ ജനുവരി-ഫെബ്രുവരി മാസത്തിൽ ഹൈക്കോടതി തീർപ്പാക്കിയത് പോലും അവരുടെ പ്രധാനപ്പെട്ട പ്രയർ എന്തായിരുന്നു? അവിടെ ഈ അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷം ഏകപക്ഷീയമായിട്ട് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസിന്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ സ്വന്തം നിലയ്ക്ക് ഇതൊക്കെ തിരുത്തി കൊണ്ടുവരുന്നു എന്ന രീതിയിലുള്ള ആരോപണമായിരുന്നു. വളരെ കൃത്യമായിട്ട് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് ഏത് തീയതിയിലാണ് പുതിയ കോവിഡ് പ്രോട്ടോകോൾ നൽകിയിരിക്കുന്നത്, അതുമായി വിശദീകരിക്കാനായിട്ട് മീറ്റിംഗ് കൂടിയിരിക്കുന്നത് എന്താണ്, മീറ്റിംഗിന്റെ മിനിറ്റ്സ് എന്താണ്, കൊച്ചിയിലുള്ള ഏജൻസികളിൽ പോലും അതിന്റെ കോപ്പി അയച്ചു കൊടുത്തിട്ട് അവർക്ക് എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. അത് കൃത്യമായിട്ട് കണ്ട് എതിർകക്ഷികൾ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്ററും ഇന്ന് ഈ പത്രസമ്മേളനം നടത്തിയിരുന്ന ശ്രീ അസ്കർ അലി എന്ന കളക്ടറും ഒക്കെ ആയിരുന്നു. അപ്പൊ ഇതെല്ലാം കൃത്യമായി പരിശോധിച്ചതിന് ശേഷം പ്രോട്ടോകോളുകൾ പാലിച്ചിട്ട് തന്നെയാണ് അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്നും ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് അനുസൃതമായിട്ടല്ല എന്നും വളരെ കൃത്യമായിട്ട് കോടതി തന്നെ നിരീക്ഷിച്ചതാണ്. ശ്രീജിത്ത്, ഞാൻ ചോദിക്കട്ടെ, ഇതിൽ നടപ്പാക്കാൻ പാടില്ലാത്തത് എന്ന് താങ്കൾക്ക് തോന്നിയ ഏതെങ്കിലും ഒരു നിർദ്ദേശമോ തീരുമാനമോ ഉണ്ടോ? അതുകൂടി അറിഞ്ഞ ശേഷം ഞാൻ നിയാസിലേക്ക് പോകാം. നടപ്പാക്കാൻ പാടില്ല എന്ന് എനിക്ക് താല്പര്യമുള്ളത് ബീഫ് നിരോധനമാണ്. അത് ഞാൻ ബീഫ് അല്ല, അതവിടെ അജണ്ടയിൽ ഇല്ലല്ലോ. ബീഫ് നിരോധനം എന്നത് പറഞ്ഞിട്ടേ ഇല്ല. സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന്റെ മെനുവിൽ ചിക്കനും ബീഫും ഒഴിവാക്കണം എന്നത് മാത്രമല്ലേ ഉള്ളൂ? അല്ല, അത് സ്കൂളുകളുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിൽ മാത്രമാണത്. അതെ. കൗ സ്ലോട്ടറുമായിട്ട് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു പ്രസ്താവന അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ചട്ടങ്ങൾ അനുസരിച്ച് അതിൽ കൃത്യമായിട്ട് കൗ, കാഫ്, ബുള്ളോക്ക്, ബുൾ തുടങ്ങി ഈ 4 വിഭാഗങ്ങൾക്ക് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. തന്നെയുമല്ല, മറ്റ് ആനിമൽസിനെ അറക്കണമെന്നുണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് യാതൊരു കാരണവശാലും ഇവയ്ക്ക് ലഭിക്കുന്നതല്ല എന്ന് പറയുമ്പോൾ ഇൻ ഇഫക്റ്റ് അത് ബീഫ് ബാൻ തന്നെയാണ്. ബീഫ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 4 കാറ്റഗറി, പോത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ വരില്ല. ഈ പറയുന്ന 4 കാറ്റഗറി ബാൻ ചെയ്തിരിക്കുകയാണ്. അതിനോട് തത്വത്തിൽ യോജിപ്പില്ലാത്തയാളാണ് ഞാൻ. അവകാശം എന്ന് പറയുന്നത്, അതായത് ഭക്ഷണത്തിലേക്ക് ഒരാളിന്റെ ഭക്ഷണം എന്താണെന്ന് തീരുമാനിക്കുന്നതിനുള്ള അവകാശം, അയാളുടെ തീന്മേശയിലേക്ക് ഒരു ഭരണകൂടവും പ്രവേശിക്കാൻ പാടില്ല എന്ന് താല്പര്യമുള്ളയാളാണ് ഞാൻ ബീഫ് വ്യക്തിപരമായിട്ട് കഴിക്കുന്നയാളല്ല, മദ്യപിക്കുന്നയാളല്ല. പക്ഷെ മദ്യവും ബീഫും ആൾക്കാർക്ക് ലഭ്യമാക്കണം എന്ന് തന്നെ അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരാളെന്ന നിലയിൽ ആ ഒരു തീരുമാനം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെയും തെറ്റാണ് എന്നുള്ള അഭിപ്രായമല്ല എനിക്കുള്ളത്. നേരെ മറിച്ച് അത് ശരിയാണ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഗുണ്ട ആക്ട് ആണ്. നോക്കൂ, എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗുണ്ട ആക്ട് എന്ന് ഈ പ്രിവെൻഷൻ ഓഫ് ആന്റി സോഷ്യൽ എലമെന്റ്സ് എന്ന് പറയുന്ന ഒരു ആക്ടിനെ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് തന്നെ വളരെ കൗതുകമാണ്. നമ്മുടെ നാട്ടിൽ 2007 ഗുണ്ട ആക്ട് ഇവിടെ നിലവിലുണ്ട്. അതും ഇതേ പേരിലുള്ള ആക്ടാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, ആരാണ് ഒരു റൗഡി, ആരാണ് ഒരു ഗുണ്ട എന്ന് കൃത്യമായിട്ട് അതിൽ നിർവചിച്ചിട്ടുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിലവിൽ തന്നെ പ്രിവെൻഷൻ ഓഫ് ആന്റി സോഷ്യൽ എലമെന്റ്സ് ആക്ട് നിലവിലുണ്ട്. അവിടെ പല സ്ഥലങ്ങളിലും ഗുണ്ട എന്താണ് അല്ലെങ്കിൽ റൗഡി എന്താണ് എന്ന് പറയുന്നില്ല.
പറയുന്നില്ല. ഇപ്പൊ ലക്ഷദ്വീപിൽ പാസ്സാക്കിയിരിക്കുന്ന നിയമത്തിൽ പോലും ഗുണ്ട എന്താണെന്നോ റൗഡി എന്താണെന്നോ പറയുന്നില്ല. അത് ഇവിടെ പറയുന്ന സമയത്ത് അതിന് 7 വർഷത്തെ ഒരു മോശം ഹിസ്റ്ററി ഉണ്ടായിരിക്കണം തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ട്. നേരെ മറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ രീതി, ഇപ്പൊ ബൂട്ട് ലെഗർ, മദ്യം കടത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ മയക്കുമരുന്ന് കടത്തുന്ന ആൾക്കാർ, സ്ത്രീകളുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള അവരെ അധിക്ഷേപിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള കുറെ അധികം ആന്റി സോഷ്യൽസിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രൂവൽ പേഴ്സൺ എന്ന രീതിയിൽ പോലും ആളെ, ഒരു ക്രൂരൻ എന്ന രീതിയിൽ പോലും ഒരാളെ നിർവചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഒരാൾ ക്രൂവൽ പേഴ്സൺ ആകുന്നത് എന്ന് ഈ നിയമത്തിൽ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ അതിന്റെ പ്രശ്നം ഉണ്ടാകേണ്ടതുള്ളൂ. നേരെ മറിച്ച് അവിടെ ക്രൈം റേറ്റ് കുറവാണ്. ആദ്യം പറഞ്ഞിരുന്നത് ക്രൈം ഇല്ല എന്നായിരുന്നു. പക്ഷെ പിന്നീട് NCRBയുടെ കണക്കുകളൊക്കെ വരുന്ന സമയത്ത് അവിടെ ക്രൈം ഉണ്ട്, ക്രൈം റേറ്റ് ഉണ്ട്. ഇന്ന് കളക്ടർ പോലും പറഞ്ഞിരിക്കുന്നത് അവിടെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമമുണ്ട്. മരിയുവാന പോലെയുള്ള മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട, അത് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ അവിടെ ഉണ്ട്. പോക്സോ കേസുകൾ പോലുമുണ്ട്. പോക്സോ കേസ് നടത്തുന്ന അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളിനെ നമുക്ക് സ്വാഭാവികമായിട്ടും ആന്റി സോഷ്യൽ എന്ന് തന്നെ കരുതാമല്ലോ, മറ്റുള്ള എന്തിൽ ഡിസ്പ്യൂട്ട് നിൽക്കുകയാണെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കിക്കൂടാ? ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രിവെൻഷൻ ഓഫ് ആന്റി സോഷ്യൽ എലമെന്റ്സ് ആക്ട് കൊണ്ടുവരുന്ന കേന്ദ്രഭരണ പ്രദേശവുമല്ല ലക്ഷദ്വീപ്. ദാമൻ ആൻഡ് ദ്വീപിലുണ്ട്, എന്തിന് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന പുതുച്ചേരിയിൽ പോലുമുണ്ട്. ഇവിടെയെല്ലാം പറഞ്ഞിരിക്കുന്ന അതേ കണ്ടീഷൻസ് വെച്ച് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അഡ്മിനിസ്ട്രേറ്റർക്ക് എന്തൊക്കെ അധികാരപരിധിയുണ്ട്, ഏതൊക്കെ രീതിയിലാണ് ഒരാളിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ ദാമൻ ദ്വീപിലൊക്കെ എന്ന് പറഞ്ഞാൽ 1985 ഗുജറാത്തിൽ ഉണ്ടാക്കിയിരുന്ന നിയമത്തിനെ 10 വർഷം കഴിഞ്ഞ് ദാമൻ ആൻഡ് ദ്വീപിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അപ്പൊ 25 വർഷത്തിന് മുകളിലായിട്ട് ഒരു കേന്ദ്രഭരണ പ്രദേശത്ത് ഈ നിയമം നിലനിൽക്കുന്നു. കേരളത്തിൽ വന്നിരിക്കുന്ന ആക്ട് 2007 പുതുച്ചേരിയിലുണ്ട്. അപ്പോൾ എന്താണ് ഒരു പ്രദേശത്ത് മാത്രം ഒരു എക്സെപ്ഷൻ? അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവിടെ വന്നിരിക്കുന്ന നിയമങ്ങളൊന്നും തന്നെ, ഇപ്പൊ തത്വത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബീഫ് നിരോധനം പോലും, ഒരു വാദത്തിന് നോക്കിക്കഴിഞ്ഞാൽ ബീഫ് നിരോധനം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന കാര്യം തന്നെയാണ്. അതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് BJP ഗവൺമെന്റ് അല്ലതാനും, കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ട്. അത് നമുക്കറിയാം അല്ലേ? ശരി, ഞാൻ നിയാസിലേക്ക് ഒന്ന് പൊക്കോട്ടെ. ശ്രീജിത്ത്, അഡ്വക്കേറ്റ് PM നിയാസ്, ഇവിടെ ആദ്യഘട്ടത്തിൽ ഇത്തരം ചില വാർത്തകളും വിവരങ്ങളും തീരുമാനങ്ങളായി പുറത്തു വരുമ്പോൾ എല്ലാവരും ഒന്ന് അമ്പരന്നിട്ടുണ്ടാകാം. കാരണം ഇതാ ലക്ഷദ്വീപിൽ ബീഫ് നിരോധനം നടപ്പാക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ 2 കുട്ടികൾ ഉള്ളവർക്ക് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനേ പാടില്ല. പിന്നീടാണ് ചിത്രം വ്യക്തമാവുന്നത്. ഇപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആവുന്നത്. 2 കുട്ടികൾ ഉള്ളവർക്ക്, 2 കുട്ടികളിൽ അധികം ഉള്ളവർക്ക്, നിലവിലുള്ളവർക്ക് മത്സരിക്കാം. ഈ നിയമം വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് ശേഷം 2-ലധികം കുട്ടികൾ ഉണ്ടാക്കുന്നവർക്ക് മാത്രമാണ് അങ്ങനെ ഒരു വിലക്ക് ബാധകമാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ എന്താണ് നിയമമായി പുറത്തു വന്നത്, എന്താണ് ഉത്തരവുകളായി പുറത്തു വന്നത് എന്നതിൻ്റെ യഥാർത്ഥ ചിത്രം ഇപ്പോൾ മാത്രമാണ് പുറത്തു വരുന്നത്. എന്നിട്ടും ഈ വിയോജിപ്പും എതിർപ്പും തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ചില തീരുമാനങ്ങളെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ പേരിലാകാം ഈ വ്യാപകമായ എതിർപ്പ് കേരളത്തിൽ ഉയർന്നത് എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? സുബേഷ്, ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് ശ്രീജിത്ത് പണിക്കരുടെ വെള്ളിക്കരണ്ടിയിൽ വെണ്ണ മുക്കിയുള്ള വാക്കുകൾ കൊണ്ട് അമ്മാനമാടിയാൽ തീരുന്നതല്ല ലക്ഷദ്വീപിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ. 1987 ഞാൻ ആദ്യമായി ലക്ഷദ്വീപിൽ വിവിധ ദ്വീപുകളിൽ പോയിട്ടുള്ളത്. അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം എന്ന നിലയ്ക്കും അല്ലാത്ത നിലയ്ക്കും ഒക്കെ ഒരുപാട് തവണ ഞാൻ ലക്ഷദ്വീപിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ടുള്ളത്. അവിടെ നമുക്കെല്ലാവർക്കും അറിയാം, കാലങ്ങളായി കേരളവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള സ്ഥലമാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എൻ്റെ അറിവിൽ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും മുസ്ലിം വിഭാഗത്തിലുള്ള ഇസ്ലാം മത വിശ്വാസികൾ ഗോത്രവർഗക്കാരായി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് ലക്ഷദ്വീപിൽ മാത്രമാണ്. അവിടെ 99% 100% ഗോത്രവർഗത്തിൽപ്പെട്ടവരാണ്. അതിൽ 90% ഏതാണ്ട് 100% ആളുകളും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അവരെന്തുകൊണ്ട് ഗോത്രവർഗത്തിലായി? നമ്മുടെ ഭരണഘടനയിൽ തന്നെ പരീക്ഷിക്കുന്ന ഗോത്രവർഗമാവുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ ആദിവാസികൾ താമസിക്കുന്ന നമ്മുടെ വിവിധ സ്ഥലങ്ങളിലെ പോലെ അവിടെ ഏറ്റവും കൂടുതൽ പരീക്ഷ നൽകേണ്ട ഗോത്ര സംസ്കാരമുള്ള മേഖലയാണ് എന്നുള്ളത് കൊണ്ടാണ്. അവിടെ തന്നെ നമുക്കറിയാം, നമ്മുടെ കോഴിക്കോടിനോട് ഏറ്റവും അടുത്ത സ്ഥലമാണ് ആന്ത്രോത്ത്, എറണാകുളത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് കവരത്തി, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് മാലിദ്വീപുമായി ചേർന്ന് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് നിൽക്കുന്നതാണ് മിനിക്കോയ്. അവിടെയൊക്കെ വിവിധ സംസ്കാരങ്ങളാണ്. മിനിക്കോയിലെ സംസ്കാരങ്ങൾ ഏതാണ് മാലിദ്വീപിനോട് സംസ്കാരമുള്ള ഒരു മഹൽ ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഓരോ സാംസ്കാരികമായ
ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ കേരളത്തെ പോലെയോ ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളെ പോലെയോ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയില്ല. ഇവിടെ ശ്രീജിത്ത് പണിക്കരെ വർത്തമാനം കേട്ടാൽ വിചാരിക്കും ഇത് കേരളത്തെ പോലെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ഉള്ള സാഹചര്യങ്ങൾ അവിടെ അങ്ങ് പറിച്ചു നടാമാണ്. എന്തുകൊണ്ടാണ് BJP ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJPയുടെ സർക്കാർ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അവിടെ BJPക്ക് യാതൊരു നിലനിൽപ്പുമില്ലാത്ത, ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ പോലും BJPക്ക് രക്ഷ കിട്ടാത്ത അവസ്ഥയാണ് അവിടെ ഉള്ളത്. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ അവിടെ എത്ര ആളുകൾക്ക് വേണമെങ്കിലും ജോലിക്ക് അവിടെ പോകാം, അതിന് സൗകര്യങ്ങളുണ്ട്. പക്ഷെ അവിടുത്തെ സിറ്റിസൺ ആവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രാദേശികമായ സംവിധാനങ്ങളുള്ള ആളുകളാവാൻ പറ്റത്തില്ല. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകമായ സാഹചര്യങ്ങൾ. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടെ നമുക്ക് എല്ലാവർക്കും പറയാനില്ല, ഞാൻ തന്നെ ആദ്യമായിട്ട് പോയത് 87-ലാണ്. ഏതാണ്ട് 37-38 വർഷങ്ങൾക്ക് 33 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ 33 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കാര്യങ്ങളാണ് എനിക്ക് നേരിട്ട് അറിയുന്നത്. അതിന് മുമ്പുള്ള കാര്യങ്ങൾ മറ്റ് നമുക്ക് വിവരങ്ങളിലൂടെ അറിയുള്ളൂ. നിങ്ങൾ ആലോചിക്കേണ്ടത് അവിടുത്തെ ആളുകൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അവിടുത്തെ ആളുകളുടെ സത്യസന്ധത. ഞാൻ അവിടെ ഇപ്പോഴും ആദ്യം പോയപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു, പിന്നീട് ഞാൻ പോയപ്പോൾ അത്ഭുതപ്പെട്ടു. ശ്രീജിത്ത് പണിക്കരെ ഇന്ത്യയിൽ എവിടെയെങ്കിലും വീടുകൾക്ക് വാതിലില്ലാത്ത, മതിലുകളില്ലാത്ത, അല്ലെങ്കിൽ ഗേറ്റുകളില്ലാത്ത ഒരു ഭൂപ്രദേശം ഇന്ത്യയിൽ എവിടെയെങ്കിലും വർഗ സംസ്കാരമുള്ള ആദിവാസി മേഖലകൾ ഒഴിച്ച് അവിടെ പോലും ഇപ്പോൾ വാതിലുകൾ ഉണ്ടായിരിക്കുന്നു. അവിടെ കാണാൻ കഴിയില്ല. അതിനെ ഒന്നും എതിർക്കുന്നില്ല. ലക്ഷദ്വീപിന്റെ ആ ഒരു സ്നേഹവും സാഹോദര്യവും വിശാലതയും ഒക്കെ നമ്മൾ മാനിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് അവിടുത്തെ ഒരു സാംസ്കാരിക വൈജാത്യത്തെ തകർക്കും എന്ന് തോന്നുന്ന ഒരു തീരുമാനം അഡ്മിനിസ്ട്രേറ്റർ എടുത്തിട്ടുള്ളത് അതേതാണ്? ഒരിക്കലും നടപ്പാക്കാൻ പാടില്ല എന്ന് താങ്കൾ ഞാൻ ഓരോന്നായിട്ട് പറയാം. ഞാനത് എനിക്ക് പറയാനുള്ള സമയം തരണം. നിങ്ങൾ മനസ്സിലാക്കണം അവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇതാണ് ഞാൻ ആമുഖം പറഞ്ഞത് ഇതുകൊണ്ടാണ്. അവിടെ ചെയ്തിരിക്കുന്നത്, അവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നു. ഞാനൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ്. അവിടെ നിങ്ങൾ മുസ്ലിം സമുദായം വിശ്വസിക്കുന്നത് ഫാമിലി പ്ലാനിങ്ങിൽ വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കാൻ അവർക്ക് പ്രായോഗികമായ വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ട് പ്രയാസമുണ്ട്. അവിടെയാണ് നിങ്ങൾ 2 പേരെന്ന് പറയുന്ന സാഹചര്യങ്ങൾ അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് അവിടെ ഉണ്ടാകുന്നത്? വിശ്വാസ പ്രമാണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. ഒന്ന്. രണ്ടാമത്തത്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം എന്നുള്ളതോടൊപ്പം എല്ലാത്ത നിലയ്ക്കും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം മാംസാഹാരമാണ്. അതുപോലെ മീനാണ്. മാംസവും മീനും ഒക്കെ സസ്യേതര വിഭാഗത്തിൽപ്പെട്ടതാണ്. അതിനാണ് ഞാൻ അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ബീഫ് നിരോധിച്ചു എന്നാണല്ലോ പുറത്തു വന്ന വാർത്ത. അത് തെറ്റാണ്. അതാണ് കളക്ടർ പറഞ്ഞത്. എത്ര കത്തിയിൽ വെണ്ണ ഞാൻ പറയാം, കത്തിയിൽ വെണ്ണ ഒഴിച്ച് പറഞ്ഞാലും ശ്രീജിത്തിന്റെ മക്കളോട് ഞാൻ പറയാണ്, നാളെ മുതൽ ബീഫ് കഴിക്കണം, അല്ലെങ്കിൽ നാളെ മുതൽ പോത്ത് കഴിക്കണം, അല്ലെങ്കിൽ നാളെ മുതൽ പന്നിയിറച്ചി കഴിക്കണം എന്ന് ഞാനൊരു തീരുമാനം ശ്രീജിത്ത് പണിക്കരുടെ സ്കൂളിൽ ഞാൻ തീരുമാനിച്ചാൽ ശ്രീജിത്ത് പണിക്കർ അംഗീകരിക്കല്ലേ? ഞാനൊരു കാര്യം പറയാലോ, താങ്കൾ കേട്ടില്ലേ? ബീഫ് നിരോധനത്തെ പറ്റി ഞാൻ പറഞ്ഞൊന്നും താങ്കൾ കേട്ടില്ലേ? അതിനെ അംഗീകരിക്കുന്നില്ല എന്നല്ല. ബീഫ് നിരോധനത്തെ ശ്രീജിത്ത് പണിക്കരും എതിർക്കുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഈ വൈജാത്യത്തെ, അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലാകട്ടെ, വസ്ത്രത്തിന്റെ കാര്യത്തിലാകട്ടെ, അതിനെ തകർക്കാൻ ഒരു ഭരണകൂടം ഇവിടെ ശ്രമിച്ചിട്ടില്ല. ഇവിടെ ബീഫ് നിരോധനം ലക്ഷദ്വീപിൽ ഒരിക്കലും നടപ്പാക്കാൻ പോകുന്നില്ല. സ്കൂളിലേക്ക് കുട്ടികൾ കൊണ്ടുപോകുന്ന ഉച്ചഭക്ഷണത്തിൽ നിന്നും ബീഫും ചിക്കനും ഒഴിവാക്കണം എന്ന ഒരു നയപരമായ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനെ ബീഫ് നിരോധനം എന്നാക്കി മാറ്റിമറിക്കുന്നതാണ് പ്രശ്നം, വളച്ചൊടിക്കുന്നതാണ് പ്രശ്നം. പറഞ്ഞോളൂ നിയാസ്, പറഞ്ഞോളൂ. ഒരു മിനിറ്റ്. 1000 വട്ടം സുബീഷ് 1000 വട്ടം ഇടപെട്ടാലും സത്യമായി നിൽക്കുന്നു. സുബീഷെ, നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഞാനൊരു മുസ്ലിം മതവിശ്വാസി ആയതുകൊണ്ട് പറയുകയല്ല. മുസ്ലിം മതവിശ്വാസികൾ പഠിക്കുന്ന സ്ഥലത്ത് നാളെ നിങ്ങൾ തീരുമാനിക്കുകയാണ് അവിടെ പന്നിയിറച്ചി കൊടുക്കണമെന്ന്. സാധിക്കുമോ? നമുക്കിവിടെ ഭരണഘടനാപരമായ അവകാശമുണ്ട്. എന്ത് കഴിക്കണം ഞാൻ തീരുമാനിക്കുന്നു. നിങ്ങളവിടെ തീരുമാനിക്കുന്നത് സ്കൂളുകളിൽ കൊണ്ടുവരാൻ പാടില്ല. ഏത് ഭരണഘടന അവകാശം ഉന്നയിച്ചാണ്, ഏത് ഭരണഘടനാപരമായ അധികാരം ഉപയോഗിച്ചാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? ഒന്ന്. രണ്ടാമത്തത് ഞാൻ പറയാം. നിങ്ങൾക്കറിയുമോ, ഞാൻ നേരത്തെ പറഞ്ഞു 2 കുട്ടികളുടെ കാര്യത്തിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? നിങ്ങൾക്കവിടെ അജണ്ടയുണ്ട്, അത് നടപ്പിലാക്കണം. മൂന്നാമത്തത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അവിടെ ജില്ലാ പഞ്ചായത്ത്, നമ്മുടെ സംസ്ഥാന ഭരണകൂടം പോലെ ജില്ലാ പഞ്ചായത്തിന് സവിശേഷമായ അധികാരങ്ങൾ നൽകിയിരുന്നു. ആ സവിശേഷ അധികാരങ്ങളുടെ മറയിൽ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനത്തിലാണ് അവിടെ അഡ്മിനിസ്ട്രേറ്റർ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ തീരുമാനിച്ചിരിക്കുന്നത് ഫിഷറീസ് ഉൾപ്പെടെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ, അതായത് അവിടെ 2 ഗവൺമെൻറ് കോളേജുകളുണ്ട്, ആന്ധ്രത്തിലും കവരത്തിയിലും. അവിടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ തന്നെ ഉള്ള സാഹചര്യത്തിനപ്പുറമായി ആനിമൽ ഹസ്ബൻഡറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേരിട്ട് അധികാരം കൈകാളിയിരുന്ന
ജില്ലാ പഞ്ചായത്തിനും പഞ്ചായത്തുകൾക്കും മുകളിൽ സവിശേഷമായ അധികാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അടുത്ത നമ്പർ നിങ്ങൾ ആലോചിക്കണം. അവിടെ ഏറ്റവും പ്രധാനമായ ഷിപ്പിംഗ് കോർപ്പറേഷനെ, അവിടുത്തെ ബാർജുകളുടെയും സ്പീഡ് ബോട്ടുകളുടെയും കപ്പലുകളെയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാലാകാലങ്ങളിലായി ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന തദ്ദേശീയമായി ഉണ്ടാക്കിയ സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ് ഉണ്ടാവുക? കാലാകാലങ്ങളിൽ 10,000-ഓളം ആളുകൾ നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിന്റെ ജോലിയിൽ നിന്നും ഭരണ പരിഷ്കാര നടപടികളൊക്കെ ചർച്ചയ്ക്ക് വിധേയമാണ്. ആ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ചില തീരുമാനങ്ങളെങ്കിലും വളച്ചൊടിക്കപ്പെടുന്നു എന്നാണ്. എന്തടിസ്ഥാനത്തിലാണ് ഈ മദ്യമൊഴുക്കാൻ തീരുമാനിച്ചു എന്നുള്ള പരാമർശം? ഞാൻ ചോദിക്കട്ടെ മദ്യമൊഴുക്കാൻ ലക്ഷദ്വീപിൽ ഇതാ മദ്യമൊഴുക്കാൻ പോകുന്നു. അല്ല, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ചില ഹോട്ടലുകളിൽ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ ഇതാ ലക്ഷദ്വീപിൽ മദ്യമൊഴുക്കാൻ പോകുന്നു. ആ രീതിയിലുള്ള പ്രചരണം തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ എന്നതാണ് എന്റെ ചോദ്യം. സുബീഷ്, ഞാൻ അത് മറുപടി പറയാൻ അനുവദിക്കൂ, പ്ലീസ്. മറുപടി പറയാൻ അനുവദിക്കൂ സുബീഷ്. അട്ടപ്പാടിയിലും അഗളിയിലും ഒക്കെ നിങ്ങൾക്ക് അവിടെ മദ്യം ഒഴുക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് അവിടെ ടൂറിസം ആക്കാം. നിങ്ങൾ അവിടെ ആലോചിക്കേണ്ടത് എന്താ? ഒരു സവിശേഷമായ സാംസ്കാരിക പൈതൃകം ഉള്ള മേഖലയിൽ അവരുടെ രീതിയിൽ ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാക്കണം. ആനിമൽ ഹസ്ബൻഡറി അത് നടത്തിക്കൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് നിങ്ങളൊരു സുപ്രഭാതത്തിൽ പറഞ്ഞു ഇവിടെ കാലികൾ പാടില്ല. ഞാൻ പറയട്ടെ, തദ്ദേശീയരായ ആളുകളുടെ അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ അല്ലല്ലോ ലക്ഷദ്വീപിൽ ചില ഹോട്ടലുകളിൽ മദ്യം വിളമ്പാൻ അനുമതി നൽകിയിട്ടുള്ളതാണല്ലോ. അത് അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല. അവിടെ കാലങ്ങളായി ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറയാം. കാലങ്ങളായി ബംഗാരം ദ്വീപ് എന്ന് പറയുന്ന ദ്വീപുണ്ട്. അവിടെ ജനവാസമില്ല. അവിടെയാണ് കാലങ്ങളായി 5 സ്റ്റാർ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്റ്റാർ ഹോട്ടലുകളും ഫെസിലിറ്റികളും അവിടെ മദ്യം ഉൾപ്പെടെയുള്ള ആളുകൾ വിളമ്പുന്നു. അവിടെ വിദേശികൾ വന്ന് അവിടെ മദ്യപിക്കുന്നു. അവിടെ അവരുടെ പ്രകൃതി സൗന്ദര്യങ്ങൾ ആസ്വദിക്കുന്നു. അവർക്ക് ഈ തദ്ദേശീയർക്കുമായി യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ല. ഇവിടെ ലക്ഷദ്വീപിൽ ഒരു തരത്തിലുമുള്ള ടൂറിസം വികസനം വേണ്ട എന്നാണോ നിയാസിന്റെ വാദം? ബാറുകൾ തുടങ്ങണം. ടൂറിസം വികസനം വേണ്ട. അവിടുത്തെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നാട്, ആ നാടിൻ്റെതായ സാംസ്കാരിക ജീവിതമുണ്ട്. ഏത് രീതിയിലുള്ള ടൂറിസം നമ്മൾ അനുവദിക്കുകയാണെങ്കിലും ഈ സാംസ്കാരിക ജീവിതത്തിന് ചില വിള്ളലുകൾ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ടൂറിസമേ വേണ്ട എന്നൊരു തീരുമാനം എടുത്താൽ മതി, ഒരു പ്രശ്നവുമില്ല. അതാണോ ആവശ്യപ്പെടുന്നത്? സുബീഷേ, ഞാൻ ഗോത്രവർഗ സംസ്കാരമുള്ള മേഖലകളിൽ നിങ്ങൾക്ക് ഒരു ബാർ ഹോട്ടൽ തുടങ്ങാൻ സാധിക്കുമോ? കേരളമല്ല, ഇന്ത്യയിൽ എവിടെയെങ്കിലും സാധിക്കുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ടൂറിസമേ വേണ്ട എന്നതാണോ കോൺഗ്രസിന്റെ വാദം? ലക്ഷദ്വീപ് അവിടുത്തെ ഒരു ഗോത്ര സാംസ്കാരിക ജീവിതം അതങ്ങനെ തനിമയോടെ തുടരട്ടെ. അവിടെ ടൂറിസം വേണ്ട, ബാർ ഹോട്ടലുകൾ വേണ്ട എന്നാണോ കോൺഗ്രസിന്റെ നയവും നിലപാടും? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇവിടെ ആലോചിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസങ്ങൾ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി, അവരുടെ ജീവിതശൈലിക്ക് വ്യത്യസ്തമായി അവിടെ സാംസ്കാരിക തനിമ നിലനിർത്തുന്നതിന് പകരം അതിന് നേരെതിരായ വികസനമാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അതേ അവസരത്തിൽ നമ്മൾ കാലങ്ങളായി ജീവിച്ചുകൊണ്ടിരുന്നത് പശുവിനെ വളർത്തിയാണ്. അവിടുത്തെ ആളുകളുടെ തദ്ദേശീയമായ സംസ്കാരത്തെ ബാധിക്കുന്ന ഒന്നല്ല ഹോട്ടലുകളിൽ ഈ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്ന ഏതാനും ചില ഹോട്ടലുകളിൽ മദ്യം വിളമ്പുന്നത്. അവിടുത്തെ തദ്ദേശീയരായ ആളുകളുടെ വിശ്വാസത്തെയോ സാംസ്കാരിക വൈചിത്രത്തെയോ ബാധിക്കുന്ന ഒന്നേ അല്ല. അത് മനസ്സിലാക്കുക ആദ്യം. സുബീഷ് അവിടെ പോയെന്ന കവരത്തി ദ്വീപ് ഒഴിച്ച് ബാക്കി എല്ലാ ദ്വീപുകളും വളരെ ചെറിയ ദ്വീപുകളാണ്. ആ ദ്വീപുകളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും തിങ്ങിപ്പാർക്കുന്ന ജനങ്ങൾക്കിടയിൽ നിങ്ങളൊരു ബാർ ഹോട്ടൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെ ബാർ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു അസ്ഥിരത എന്താണ്? അവിടെ ഉണ്ടാകുന്ന സമാധാന ഭംഗം എന്താണ്? നിങ്ങൾ ആലോചിക്കും. പിന്നെ ക്രൈം റേറ്റിനെ കുറിച്ച് നമ്മുടെ ശ്രീജിത്ത് പറഞ്ഞു. ഞാൻ അവിടെ പോയതാണ്, ഞാൻ അഭിഭാഷകനാണ്. കോഴിക്കോടാണ് ലക്ഷദ്വീപ് കോടതി സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് ലക്ഷദ്വീപ് കോടതി സ്ഥിതി ചെയ്യുന്ന അതുകൊണ്ട് തന്നെ എനിക്ക് നേരിട്ട് കാര്യങ്ങൾ അറിയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അറിയുമോ ഏറ്റവും കൂടുതൽ നമ്മുടെ റേറ്റ് ക്രൈം റേറ്റ് ഏറ്റവും കുറവാണ്. നിങ്ങൾക്ക് 10 വർഷത്തിനിടയിൽ അവിടെ ഒരു കൊലപാതകം നടന്നതായി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഈ 10 വർഷത്തിനിടയിൽ 10-15 ക്രൈമാണ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ഇത്രയും ക്രൈം റേറ്റ് കുറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ ഗുണ്ടാരാജാക്കുന്നത്. എനിക്കൊറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങളെല്ലാം പഠിച്ചു വന്ന ആളാണെന്നാണല്ലോ ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. നിങ്ങൾ പറയണം, എവിടെ നിന്നാണ് ഹീറോയിൻ പിടിച്ചത്? എവിടെ നിന്നാണ് നിങ്ങൾ മയക്കുമരുന്ന് പിടിച്ചത്? എവിടെ നിന്നെല്ലാം മയക്കുമരുന്ന് ഏതെല്ലാം ദ്വീപുകളിലാണ്, ആരെല്ലാം അതിന് പിന്നിൽ നിന്നത്? അത് കണ്ടെത്താൻ ശ്രമിക്കണം. എന്തായാലും ശ്രീജിത്തിനോടാണല്ലോ ആ ചോദ്യം. അപ്പോൾ ശ്രീജിത്ത് തന്നെ മറുപടി പറയും. ഇടവേളയ്ക്ക് ശേഷം ഞാൻ ചർച്ചയിലേക്ക് തിരിച്ചെത്താം.